നാളുകളായി കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യം കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചത് സാമൂഹിക പ്രവർത്തകനായ രാഹുൽ ഈശ്വർ അതിന്റെ മുഖ്യ പ്രചാരകൻ ആയതോടെയാണ്. എന്നാൽ മുഖ്യധാര വാർത്താ ചാനലുകളെല്ലാം തന്നെ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല. പല ആളുകളും ഈ കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നുവെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് വേണമെന്ന് ആഗ്രഹിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. പലരും ഈ ആശയത്തിനെതിരെ തുറന്നു പറയുന്നുമുണ്ട്. ഈ ആശയത്തെ പൂർണ്ണമായി ആർക്കും പിന്തുണയ്ക്കുവാൻ കഴിയില്ലെന്ന് എന്നതാണ് വാസ്തവം. പുരുഷ കമ്മീഷൻ എന്ന ആശയത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾ കറപുരുളാത്ത ഒരാളാണെങ്കിൽ ഒരു ദിവസം മുഴുവനും പല പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്ത് ഒരു നിരീക്ഷണം നടത്തി നോക്കൂ. പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഒരു കമ്മീഷൻ തന്നെ വേണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായത്തിന് മങ്ങലേൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ സഹോദരി, അമ്മ, ഭാര്യ, പെൺമക്കൾ തുടങ്ങിയവർ അപകടത്തിന്റെ മുന്നിൽ ആണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ? നേരോട് ജീവിക്കുന്ന പുരുഷന്മാരെ സംരക്ഷിക്കുവാൻ മറ്റൊരു മാർഗമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ബഹുമാനം കാത്ത് പുരുഷന്റെ മാന്യത സംരക്ഷിച്ച് നീതിയുടെ വഴിയിലൂടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് ഉത്തരം കണ്ടെത്താം. നമ്മുടെ രാജ്യം സ്ത്രീകൾക്ക് പ്രത്യേക നിയമ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. അതിന്റെ കാരണം അന്വേഷിച്ചാൽ ചരിത്രം പറയേണ്ടി വരും. നൂറ്റാണ്ടുകളായി അവഗണനകളും പീഡനങ്ങളും അനുഭവിച്ച് ജീവിച്ചവരാണ് സ്ത്രീകൾ. അവർക്ക് വിദ്യാഭ്യാസം ഹനിക്കപ്പെട്ടു, സ്വത്തവകാശം ഹനിക്കപ്പെട്ടു, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നു. വീടുകൾക്ക് ഉള്ളിലും തൊഴിൽ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും സുരക്ഷയില്ലായിരുന്നു. എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടതിലൂടെ ആണ് ഒരു പരിധിവരെ സംരക്ഷണം ഉറപ്പാക്കുവാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ഇന്നും ഗാർഹിക പീഡനവും ലൈംഗിക അധിക്ഷേപങ്ങളും തൊഴിലിടത്തെ വേർതിരിവുകളും സ്ത്രീധന സംബന്ധമായ ക്രൂരതയും സാമൂഹിക വേലിക്കെട്ടുകളും പലയിടങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സംരക്ഷണത്തിനായി നിയമങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ സഹായം കിട്ടി നീതി തേടാൻ ഇന്നും 90% സ്ത്രീകൾക്കും കഴിയുന്നില്ല. ഇത്തരത്തിലുള്ളവർക്ക് നീതി ഉറപ്പാക്കേണ്ടതാണ് വനിതാ കമ്മീഷന്റെ ഉത്തരവാദിത്തം. എന്നാൽ പ്രശസ്തമായ കേസുകളിൽ ഇടപെടുന്നതിന് പുറമെ ഈ കമ്മീഷൻ എത്രത്തോളം കാര്യക്ഷമമായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവരുടെ നീതിക്കായി ഇടപെടുന്നുണ്ട് എന്നത് കണ്ടെത്തേണ്ടതായുണ്ട്. നിലവിൽ നിയമം നൽകുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ അവർക്ക് അധികമായി നൽകുന്നതല്ല, നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ച അസമത്വത്തിന് ഉള്ള നീതി ഉറപ്പാക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പൊതു ഇടങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുകയും മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഈ വാർത്തകൾ വലിയ പ്രാധാന്യം നൽകി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ പ്രശസ്തരായവർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് കൂടുതൽ പ്രാധാന്യം നേടുന്നത്. ഇത്തരം പരാതികളിൽ സത്യമായ പരാതികൾ ഉണ്ട്, അതിന് പ്രാധാന്യം ലഭിക്കുകയും അന്വേഷണം നടക്കുകയും നീതി ലഭിക്കുകയും വേണം. എന്നാൽ വാസ്തവമായ പരാതികൾക്ക് സമാന്തരമായി മറ്റൊരു പ്രശ്നവും ഉണ്ടാകുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ കുറ്റാരോപിതരുടെ ഇമേജ് തകർക്കപ്പെടും. നിയമത്തിന് മുന്നിലുള്ള വിചാരണയ്ക്ക് പകരം മാധ്യമങ്ങൾ വിചാരണ നടത്തും. ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇവരുടെ സൽകീർത്തി നഷ്ടപ്പെടും. എന്നാൽ നിയമത്തിന് മുന്നിൽ കുറ്റവിമുക്തനാകുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുകയുമില്ല. ഇതുമൂലം കുറ്റം ചെയ്തിട്ടില്ലാത്ത ചിലരുടെ കരിയർ നഷ്ടപ്പെടും, ചിലരുടെ കുടുംബം നഷ്ടപ്പെടും, ചിലർ മാനസികമായി തളരും, ചിലരുടെ സാമൂഹിക ജീവിതം തന്നെ ഇല്ലാതാകും. ഇതേസമയം ശരിയായ ഇരകൾ ബുദ്ധിമുട്ടും. വ്യാജ പരാതികൾക്ക് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുമ്പോൾ ശരിയായ കേസുകൾക്ക് അതിനർഹമായ മുൻതൂക്കം ലഭിക്കാതെയും പോകും. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നിയമ സംവിധാനം അതിന് പ്രാപ്തമാണ്. എന്നാൽ പുരുഷന്മാർക്കും അഭിമാനമുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, അവർക്കും ചഞ്ചലപ്പെടുന്ന മനസ്സുണ്ട്, അവരും മാന്യത ആഗ്രഹിക്കുന്നവരാണ്. ഇതിനർത്ഥം സ്ത്രീകളെക്കാൾ അധികം കഷ്ടം അനുഭവിക്കുന്ന പുരുഷന്മാർ എന്നല്ല, സ്ത്രീകളുടെ പ്രശ്നം പ്രാധാന്യം കുറഞ്ഞതാണ് എന്നുമല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇവിടെ എല്ലാവരെയും മനുഷ്യരായി കാണാം. ഒരാളെ സംരക്ഷിക്കാനായി മറ്റൊരാളെ നശിപ്പിക്കുന്നത് നീതിയല്ല. നിയമം ഇരകളെ സംരക്ഷിക്കണം, പക്ഷേ അതിനൊരു ആയുധമായി ഉപയോഗിക്കരുത്. തെറ്റ് ചെയ്യാത്ത ആളുകളെ ലജ്ജിതരാക്കുന്ന സംവിധാനം ഒരിക്കലും നീതിയെ ശക്തിപ്പെടുത്തില്ല, അതിനെ ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ. ഇനി പുരുഷ കമ്മീഷൻ എന്ന ആശയത്തിലേക്ക് എത്താം. ശരിക്കും ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ? ഇന്നും സമൂഹത്തെ നയിക്കുന്നതും ഭരിക്കുന്നതും പുരുഷന്മാർ തന്നെയായാണ് കാണുന്നത്. അധികാര സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ എന്നതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ആലോചിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പോലെ ഘടനാപരമല്ല പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, അത് നടപടി സംബന്ധിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പകരം ശരിക്കുമുള്ള ആവശ്യം മറ്റൊന്നാണ്. ലിംഗഭേദമന്യേ നടപ്പാക്കുന്ന ഒരു ശക്തമായ നിയമപരിഷ്കരണം വേണ്ടത്. അതെ, ഒരു കമ്മീഷന്റെ അല്ല, ഒരു നിയമത്തിന്റെ ആവശ്യമാണ് ഇവിടെയുള്ളത്. പൊതു ഇടത്തിൽ ലൈംഗിക ആരോപണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഗുരുതരമായ പ്രശ്നമുള്ളത്. നിലവിൽ നിയമം
ഇര ഒരു സ്ത്രീ ആണെങ്കിൽ സംരക്ഷണം നൽകുന്നുണ്ട്. ഇരയുടെ പേര് വെളിപ്പെടുത്തുവാനോ ചിത്രം കാണിക്കുവാനോ നിയമം അനുവദിക്കുന്നില്ല. ഇരയുടെ ഐഡന്റിറ്റിക്ക് നിയമപരമായി ഇതുവഴി സംരക്ഷണം നൽകുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിയമാനുസൃതമായി ഈ കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷേ ഇതോടെ ഫോക്കസ് മുഴുവനും എത്തുന്നത് ആരോപണ വിധേയനായ വ്യക്തിയുടെ മേലാണ്. അയാളുടെ ഫോട്ടോ തുടർച്ചയായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അയാളുടെ പേര് പറയുന്നു. അയാളുടെ ജീവിതം മുഴുവൻ വിചാരണ ചെയ്യുന്നു. അവരെ മാധ്യമങ്ങളിലൂടെ വധിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ ദിവസവും ആഴ്ചകളും നീണ്ടു നിൽക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ച് ലൈംഗിക ആരോപണങ്ങൾ വൈറൽ ന്യൂസ് മെറ്റീരിയലാണ്. കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇത് അപകടകരമാണ്. ഇതിനുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ. ആരോപണ വിധേയന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഒരു ഘട്ടം വരെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടാകണം. ആരോപണ വിധേയന്റെ പേര്, ഫോട്ടോ, വ്യക്തി വിവരങ്ങൾ എന്നിവ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി കുറ്റക്കാരെന്ന് തെളിയുന്നതുവരെ മറച്ചുവെക്കണമെന്നുള്ള നിയമമാണ് അവിഭാജ്യമായത്. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ മാധ്യമങ്ങളിലെ വിചാരണ ഇല്ലാതാകും. പരാതി നൽകിയ ആളെയും കുറ്റം ആരോപിക്കപ്പെട്ട ആളെയും മറച്ചു പിടിക്കേണ്ട സ്ഥിതിയിൽ എങ്ങനെ അവരെക്കുറിച്ച് ചർച്ച നടത്തുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും? ഒരു മുഖമോ പേരോ കാണിക്കാനില്ല. ആക്രമിക്കാനായി ഒരു വ്യക്തിയുമില്ല. അതോടെ ആ വാർത്തയെ വിനോദമാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ വരും. ഇത്തരം കേസുകളിൽ നീതി ഉറപ്പാക്കുവാൻ ശക്തമായ നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. മാധ്യമങ്ങൾ ഇടപെട്ടില്ലെങ്കിലും നീതിപീഠം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. ആരോപണ വിധേയന്റെയും പേര് വിവരങ്ങൾ ഒരു ഘട്ടം വരെ പുറത്തുവിടാൻ പാടില്ല എന്ന നിയമം ഉണ്ടെങ്കിൽ വ്യാജ പരാതികളുടെ എണ്ണം കുറയും. പൊതുജനത്തിന്റെ മുന്നിൽ ചിലരെ നാണം കെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാതികൾ അതൊരു ആയുധമായി ഉപയോഗിക്കുവാനും ആരോപണ വിധേയനെ കുറിച്ച് പറയുവാനും കഴിയാതെ വരുമ്പോൾ ഇത്തരം പരാതികൾ നൽകുന്നതിൽ കഴമ്പില്ലാതെയാകും. മറ്റൊന്ന്, ശരിയായ പരാതികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും. മാധ്യമങ്ങളുടെ വിചാരണ നടക്കാതെ വരുമ്പോൾ സമൂഹത്തിൽ നിയമപരമായ അന്വേഷണത്തിനും നീതിക്കും കൂടുതൽ ശ്രദ്ധ ലഭിക്കും. ആരോപണ വിധേയർ കുറ്റക്കാർ അല്ലെങ്കിൽ പോലും ഇത്തരമൊരു നിയമം അവരുടെ വിവരങ്ങൾ സംരക്ഷിച്ചാൽ മാനസികമായി അവർക്ക് ഏൽക്കുന്ന ആഘാതം ഒഴിവാക്കുവാൻ കഴിയും. തെറ്റ് ചെയ്യാത്തവർ സമൂഹത്തിന് മുന്നിലും ശിക്ഷിക്കപ്പെടരുതല്ലോ. പുരുഷന്റെ വിവരവും അന്വേഷണം പൂർത്തിയാകുന്നത് വരെ മറയ്ക്കണമെന്ന നിയമത്തിലൂടെ തുല്യനീതി നൽകാനും കഴിയും. ഇരയെ സംരക്ഷിക്കുന്നതിനൊപ്പം സമൂഹത്തിന് മുന്നിലേക്ക് പിച്ച് ചീന്തപ്പെടുവാൻ ആരോപണ വിധേയനെ എറിഞ്ഞു നൽകാതെ സംരക്ഷിക്കുവാൻ ഈ നിയമത്തിന് കഴിയും. അന്ത്യചർച്ചകളല്ല, നീതിപീഠം തീരുമാനം എടുക്കും. ആരോപണ വിധേയനായ പുരുഷന്റെ പേര് വിവരങ്ങൾ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പുറത്തുവിടരുത് എന്ന നിയമത്തിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇത് വനിതകളുടെ അവകാശത്തെ ബാധിക്കുമോ? ചിലർ ആശങ്കപ്പെടുന്നത് ഇത് വനിതകളെ നിശബ്ദരാക്കുമെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. ഈ ഒരു നിയമം വന്നാലും ഇരകൾക്ക് പരാതി നൽകാനും നേതൃത്വത്തോട് സംസാരിക്കുവാനും നിയമപരീക്ഷ നേടുവാനും നീതിപീഠത്തെ ആശ്രയിക്കുവാനും കഴിയും. ഈ നിയമം ഒരിക്കലും ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകില്ല. ഈ അന്വേഷണ ഘട്ടത്തിൽ മാത്രമാണ് ഈ നിയമം നിലനിൽക്കുന്നത്. ആരെയെങ്കിലും കുറ്റക്കാരായി കണ്ടെത്തിയാൽ എല്ലാവർക്കും മുൻപാകെ നിയമം അവരെ ശിക്ഷിക്കും. എന്നാൽ കുറ്റം തെളിയുന്നതുവരെ ഇപ്പോൾ നടന്നുവരുന്ന സാമൂഹിക വിചാരണ ഒരിക്കലും നീതി നൽകില്ല. പുരുഷ കമ്മീഷൻ അല്ല, അതിനേക്കാൾ നല്ലത് ഈ നിയമമാണെന്ന് പറയുവാൻ കാരണമുണ്ട്. ഒരു കമ്മീഷൻ നിലവിൽ വരുന്നതിന് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ആവശ്യമാണ്. ചിലപ്പോൾ ജെൻഡർ കോൺഫ്ലിക്റ്റിലേക്കും ഇത് നയിക്കുകയും അതുവഴി സമൂഹത്തെ തന്നെ ഭിന്നിപ്പിക്കുകയും ചെയ്തേക്കാം. എന്നാൽ നിയമത്തിന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനൊപ്പം പുരുഷനെയും സംരക്ഷിക്കാം. ദുരുപയോഗം കുറയ്ക്കാം. നീതിപീഠത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാം. നീതി എന്നാൽ അത് ജെൻഡറുകൾ തമ്മിൽ ഉള്ള യുദ്ധം അല്ല. അത് ശരിക്കും ഒരു സന്തുലിതാവസ്ഥ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു നിയമനിർമ്മാണം നടത്തേണ്ടത് ഭാരതീയ ന്യായ സംഹിതയിൽ ഭേദഗതി ചെയ്തുകൊണ്ടാണ്. അതിന് അധികാരമുള്ളത് പാർലമെന്റിനാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ പ്രതിനിധികൾക്കും രാജ്യസഭാ പ്രതിനിധികൾക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഈ വസ്തുത മനസ്സിലാക്കിയാൽ വളരെ വേഗത്തിൽ ഈ ഭേദഗതി നടത്താവുന്നതേ ഉള്ളൂ. ഒരു പുരുഷ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ രൂപീകരിക്കാം എന്നത് സത്യമാണ്. പക്ഷേ ഈ കമ്മീഷൻ രൂപീകരിച്ചാലും ഈ ഒരു നിയമം നിലവിൽ വരാതെ ലൈംഗികാരോപണ വിധേയനായ പുരുഷനെ സംരക്ഷിക്കുവാൻ കഴിയില്ല. കുറ്റക്കാരല്ലാത്തവരെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഈ ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമാണ്. വീഡിയോ അവസാനിക്കുമ്പോൾ പറയാനുള്ളത്, തലമുറകളായി സ്ത്രീകൾ കഷ്ടപ്പാട് അനുഭവിച്ചു. ഇന്നും അവരുടെ കഷ്ടപ്പാടിന് കുറവില്ല. അവരുടെ സംരക്ഷണം ഒരു പ്രധാന വിഷയമായി തന്നെ നിലനിൽക്കണം. ജനറുകൾ തമ്മിലുള്ള ഒരു മത്സരമല്ല നമുക്ക് ആവശ്യം ആയുള്ളത്. അനുകമ്പാർഹമായ ഒരു നിയമനിർമ്മാണമാണ് ആവശ്യം. അതുവഴി നീതിബോധം വർദ്ധിക്കുകയും മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു നിയമം കൂടി ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുവാൻ കമന്റ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.